കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഏത് കാലത്തും ആശ്രയിപ്പാൻ നമുക്ക് ഒരിടമുള്ളത് കർത്താവിൽ മാത്രമാണ്. വേദന നിറഞ്ഞ ഈ ലോക സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മെ നടത്താമെന്ന് പറഞ്ഞത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഞാൻ നിൻ്റെ കരുത്തിൽ പിടിച്ചിട്ടുണ്ട്, ഭയപ്പെടേണ്ട എന്ന് യേശു എല്ലാ ദിവസവും നമ്മളോട് പറയും. യഹൂദന്മാരെ പേടിച്ച വാതിലടച്ചിരുന്ന ശിഷ്യന്മാർ ഇനിയും പുറംലോകം കാണാൻ പറ്റുമോ, വെളിച്ചം കാണാൻ പറ്റുമോ? ജീവൻ അപകടത്തിലായി. ആ സമയത്ത് സമാധാനം അവരുടെ അകത്ത് നഷ്ടപ്പെട്ടു. ഭയത്തിൻ്റെ വ്യാപാരം അവരെ വല്ലാതെ പിടിച്ച് ഉലച്ചപ്പോൾ അവർ വാതിലടച്ച് വളരെ വേദനയോടെ ആയിരുന്ന സമയത്ത് യേശു അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഭയത്തിൻ്റെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടതിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയാൻ അധികാരമുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സർവശക്തനായ കർത്താവാണ്. കാരണം മരണത്തെ അവിടുന്ന് ജയിച്ചു. ശിഷ്യന്മാർ മരണത്തെ ഫേസ് ചെയ്യണം എന്ന് വെച്ച് ജീവൻ അപകടത്തിലായത് മനസ്സിലാക്കിയാണ് അവർ ഭയപ്പെട്ടത്. അതുകൊണ്ട് യേശു അവരുടെ നടുവിൽ നിന്നിട്ട് പറയുകയാണ്, ഭയപ്പെടണ്ട. അതിൻ്റെ അർത്ഥം, ഞാൻ മരിച്ചവനായിരുന്നു, മരണത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമാണുള്ളത്, ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, നിങ്ങൾ ധൈര്യമായിരിപ്പിൻ. അതുപോലെ നമുക്കറിയാം, തണ്ടു വലിച്ച് കുഴങ്ങിയ അതേ ശിഷ്യന്മാർ കാറ്റ് വല്ലാതെ അടിച്ചു, തിരകൾ ഉയർന്നു, അവിടെയും ജീവൻ അപകടത്തിലായി. അവിടെ എഴുതിയിരിക്കുന്നു, പ്രാണഭയത്തിലായി, പ്രാണൻ നഷ്ടപ്പെടാൻ പോകുന്നു. സാധ്യതകൾ മുമ്പിലൊന്നുമില്ല, ആരും രക്ഷിക്കാൻ വരാൻ പറ്റുന്ന സാഹചര്യവുമല്ല. പക്ഷേ സർവശക്തനായ കർത്താവ് കാറ്റിൻ്റെയും കടലിനെയും നിയന്ത്രിക്കുന്നവൻ ഇറങ്ങി വന്നിട്ട് അവരോട് പറഞ്ഞതും, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. അതിൻ്റെ അർത്ഥം, ധൈര്യം ചോർന്നുപോയി, ഭയമകത്തു വന്നു. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവൻ ഇതിനെയെല്ലാം കാൽ കീഴാക്കിയവനാണ്, ഇതിന്മേലെല്ലാം അധികാരമുള്ളവനാണ്. ആ വാക്ക് നമ്മുടെ അകത്ത് ഇന്ന് പകൽ മുഴങ്ങുമെങ്കിൽ സകല ദുഷ്ട സംവിധാനങ്ങളും ഒരുപോലെ അഞ്ഞടിച്ചാലും ധൈര്യത്തോടെ പറയാൻ കഴിയും, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ, ധൈര്യപ്പെടുവീനെന്ന് പറഞ്ഞ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ കർത്താവ് ഇന്നും എൻ്റെ കൂടെയുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അവരെ സഹായിക്കാൻ എൻ്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിലാണ് ഇറങ്ങി വന്നിട്ട്. നിങ്ങൾ ഭയപ്പെടുന്നതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് യേശു പറയുന്നത്, ധൈര്യപ്പെടേണ്ട, ഞാൻ മുമ്പിൽ നിൽപ്പുണ്ട. ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനാണ് പറഞ്ഞത്. കാറ്റടിച്ചോട്ടെ, തിരകൾ പൊങ്ങട്ടെ, നിങ്ങൾ മൂവ് ചെയ്യുക. അടുത്ത നിമിഷം യേശു കാറ്റ് അടങ്ങൂ, കടലെ ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോൾ തിരകൾ അടങ്ങി. കേട്ടോ, കാറ്റ് ആണ് തിരകളുടെ പിന്നിൽ പ്രവർത്തിച്ചത്. നിന്നെ തകർക്കാൻ പ്രവർത്തിക്കുന്ന ശക്തികളുടെ ഉറവിടത്തെ ശാസിക്കാൻ കഴിവുള്ളവൻ മുൻപിലുണ്ട്, നിൻ്റെ മധ്യമുണ്ട്, അവിടുന്ന് നിനക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. 66-ാം സങ്കീർത്തനം 16-ാം വാക്യം, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ,
അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ പറയുന്ന പ്രസ്താവന വളരെ സത്യമാണ്. ഭക്തന്മാരെല്ലാം താൻ ആഹ്വാനം ചെയ്യുകയാണ്, എൻ്റെ അടുത്തേക്കൊന്ന് വരണം. വേറെ കാര്യങ്ങളോ തൻ്റെ ശക്തിയെ പറ്റിയോ തൻ്റെ സ്വാധീനത്തെ പറ്റിയോ പശ്ചാത്തലങ്ങളെ പറ്റിയോ ഒന്നും പറയാനല്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. സഹോദരങ്ങളെ, അടുത്ത ഭാഗം കൂടെ ശ്രദ്ധിക്കൂ. അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത്. സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത്. വേറെ ആരുമല്ല, ഞാൻ വിവരിക്കാം. എത്ര പേർക്ക് ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാൻ കഴിയും, ഉറപ്പോടെ പറയാൻ കഴിയും, ദൈവം എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ പ്രാർത്ഥനയുടെ വിഷയത്തിന് വേണ്ടിയും ചെയ്തത് ഞാൻ വിവരിക്കാം എന്ന് പറയാൻ കഴിവുള്ളവർ സ്തോത്രം ചെയ്യണം. എത്രയോ സാഹചര്യങ്ങൾ തകർത്ത് കളയാൻ വന്നപ്പോഴും, എതിരായി നിന്ന് വാദിച്ചപ്പോഴും, മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞപ്പോഴും, അതിൻ്റെ നടുവിലും വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ, യഹോവ നിസ്സി എന്ന് പറയാൻ, തല ഉയർത്തിപ്പിടിപ്പിക്കുന്ന ദൈവത്തെപ്പറ്റി പറയാൻ, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തിയ, ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ എന്നെ ദൈവം ഇടയാക്കണമേ എന്ന് ഈ പകൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറയണം. സകല ഭക്തന്മാർ കുടുംബക്കാരോട് പറയണം, കൂട്ടുകാരോട് പറയണം. അതുകൊണ്ടാണ് 22-ാം സങ്കീർത്തനം പറയുന്നത്, സഭാ മധ്യ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കും, സഹോദരന്മാരോട് ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയും. ആ മശീക സങ്കീർത്തനത്തിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ദാവീദ് പറയാനുള്ള കാരണം ചൂടേറിയ തൻ്റെ അനുഭവങ്ങൾ താൻ ഓരോന്നോരോന്ന് ഈ സങ്കീർത്തനത്തിൽ വിവരിച്ചിട്ട് പറയുന്നു. ജീവനോടെ കാത്തയൊരു ദൈവം കാലടികൾ വഴുതുവാൻ സമ്മതിക്കാത്തയൊരു ദൈവം. പ്രൈസ് ടു ജീസസ്. വെള്ളി ഊതിക്കഴിക്കും പോലെ ഊതിക്കഴിച്ച ദൈവം. അടുത്തത്, വലയിൽ അകപ്പെട്ടു, വലയിൽ അകപ്പെടുത്തി. ശ്രദ്ധിക്കണമേ, 124-ാം സങ്കീർത്തനവും സമാനമാണ്. കെണിയിൽ അകപ്പെട്ടു, വലയിൽ അകപ്പെട്ടു. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് അടുത്ത ഭാഗം, മുതുകത്ത് ഭാരം വച്ചു നേരെ നിൽക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ, മനുഷ്യരെ തലയിൽ കയറി ഓടിക്കുമാറാക്കി. എല്ലാവരും വന്ന് കുറ്റപ്പെടുത്തുകയായി യോബിനെതിരെ. ദൈവം പോലും സാക്ഷ്യം പറഞ്ഞ മനുഷ്യനെതിരെ കൂട്ടുകാർ വന്ന് പരിഹാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് എല്ലാവരും തൻ്റെ തലയിൽ കയറി ഓടിക്കുമാറാക്കുന്ന സന്ദർഭങ്ങൾ ഭക്തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ദാവീദും അതേ അനുഭവങ്ങൾ പറയുന്നു. മനുഷ്യരെ തലയിൽ കയറി ഓടിക്കുമാറാക്കുന്ന, വരുന്നവരെല്ലാം അഭിപ്രായം പറയുന്ന, പരിഹസിക്കുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, നിസ്സാരവൽക്കരിക്കപ്പെടുന്ന, ചോദ്യചിഹ്നമാകുന്ന അനുഭവങ്ങൾ. അവിടെയും തീർന്നില്ല. ഞങ്ങൾ തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു. ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, തീച്ചുളയുടെ അനുഭവങ്ങൾ, പരിഹരിക്കാൻ കഴിയാത്ത വേദനിച്ച അനുഭവങ്ങൾ, അതുപോലെ വെള്ളത്തിൻ്റെ അനുഭവങ്ങൾ, ഒഴുക്കിക്കളയുന്ന, നിലനിൽപ്പ് അപകടത്തിലായ, ഓടിപ്പോകേണ്ടി വരുന്ന, അസ്ഥിരപ്പെട്ട ഒത്തിരി അനുഭവങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കുമെന്ന്
ചിന്തിച്ച ഒത്തിരി ഘട്ടങ്ങൾ. എല്ലാവരും പ്രതികൂലമായി സ്വന്തം രക്തം തനിക്കെതിരായി തീർന്നു ദാവീദിൻ്റെ ജീവിതം. ഇനിയും ഒരു തിരിച്ചു വരവില്ലെന്ന് പറഞ്ഞപ്പോഴാണ്, അടുത്ത വാക്യത്തിൻ്റെ പ്രസക്തിയിൽ നിന്നുകൊണ്ടാണ് താൻ വിളിച്ചു പറയുന്നത്. നമ്മുടെ കുറിവാക്യം അതിന് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം താൻ പറയുന്നു, എങ്കിലും ദൈവമേ അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുമെന്നല്ല. ഇതിൻ്റെ എല്ലാം നടുവിൽ തീ ഉണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ അനുഭവങ്ങളുണ്ടായിരുന്നു, ഊതിക്കഴിച്ച അനുഭവങ്ങൾ, വലയിലകപ്പെട്ടു പോയത്, മുഖത്ത് ഭാരം വെച്ചത്, മനുഷ്യരെ തലമേർക്കയറി ഓടിക്കുമാറാക്കിയത്. അതിൻ്റെ നടുവിൽ ക്രിസ്തീയ ജീവിതം തീരില്ല. ഈ പുറത്താത്മാവിൻ്റെ ഒരു സമൃദ്ധി, അഭിഷേകത്തിൻ്റെ ഒരു സമൃദ്ധി, പ്രാർത്ഥനയുടെ ഒരു സമൃദ്ധി, വിശ്വാസത്തിൻ്റെ ഒരു സമൃദ്ധി, അനുഭവത്തിൻ്റെ ഒരു സമൃദ്ധി, വിടുതലിൻ്റെ ഒരു സമൃദ്ധി, ആത്മീയ അധികാരങ്ങളുടെ ഒരു സമൃദ്ധി, അതിലേഖനെ കൊണ്ട് വിശ്വസിക്കുന്നവർ പറ. എന്നിട്ടാണ് ദാവീദ് പറയുന്നത്, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്, എന്നെ വിടുവിച്ച വിധങ്ങൾ, കൊണ്ടുവന്ന വഴികൾ, നിർത്തിയത്, നടത്തിയത്, തിരിച്ചുവരവ്, ഇറങ്ങി വന്നത്, നിയോഗിച്ചയച്ചത്, പുറപ്പെട്ട് മടക്കിക്കൊണ്ടുവരാൻ പറഞ്ഞത്. ഈ അനുഭവങ്ങൾ ചെറുതല്ല, ഞാനത് വിവരിച്ചു പറയാം. ദൈവം നൽകിയ വിടുതലുകൾ വിവരിച്ചു പറയാൻ ഇന്ന് പകൽ എത്ര പേർക്ക് തയ്യാറാകും? അവരെ ദൈവം സഹായിക്കാൻ പോകുക, അവരെ ദൈവം ശക്തീകരിക്കാൻ പോകുക, അവരെ ദൈവം ബലപ്പെടുത്താൻ പോകുക, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തിട്ട് പറ, സകല ഭക്തന്മാരുമായുള്ളവരെ അവിടുന്ന് എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം എന്ന് പറയാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. വ്യക്തിപരമായി എൻ്റെ പ്രാണന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി ചെയ്തത് വിവരിക്കാമെന്ന് വിളിച്ചു പറയാൻ ഞങ്ങളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അധികാരപ്പെടുത്തണം. ഞങ്ങളുടെ നാവിനെ അതിനുവേണ്ടി ദൈവം എടുത്തുപയോഗിക്കണമേ. ഞങ്ങൾ സാക്ഷികളുടെ ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ച ദൈവത്തെ, നടത്തിയ ദൈവത്തെ, വിടുവിച്ച ദൈവത്തെ, പുറത്തു കൊണ്ടുവന്ന ദൈവത്തെ, വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തീകരിച്ച ദൈവത്തെ, ആത്മാവിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ ഉയർത്താൻ ഇന്ന് പകലും ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായും സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവിടുന്ന് എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തത്, കഴിഞ്ഞ മിനിറ്റ് വരെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഞാൻ വിവരിക്കാം എന്ന് പറയത്തക്ക രീതിയിൽ വലിയ വിടുതലുകൾ, ആത്മാവിൻ്റെ വലിയ അധികാരങ്ങൾ അവിടുന്ന് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.